കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകം, ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവം, യാഥാർത്ഥ്യവും ഭാവനയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ബലാത്സംഗ കൊലയുടെ കഥ. പാലേരി മാണിക്യത്തിന്റെ യഥാർത്ഥ കഥയിലേക്ക് സ്വാഗതം. 1957 കേരളം ഒരു പുതിയ സംസ്ഥാനമായി രൂപപ്പെട്ട് ലോകത്തിലെ ആദ്യ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയുള്ള സമയം. കോഴിക്കോട് ജില്ലയിലെ പാലേരി എന്ന സാധാരണ ഗ്രാമത്തിൽ ഒരു പാതിരാത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു മൃതദേഹം കാണപ്പെട്ടു. 20 വയസ്സുകാരിയായ മാണിക്യം. അപസ്മാരം വന്നാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ആ ഗ്രാമം നടുങ്ങി. ആ കണ്ടെത്തൽ കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറി. മരണത്തിന് മുൻപ് ഒരാളും മരണത്തിന് ശേഷം 4 പേരും ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതായി റിപ്പോർട്ടുകൾ കണ്ടെത്തി. ഐക്യ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കൊലപാതക കേസായി ഇത് മാറി. അതുകൊണ്ട് തന്നെ അക്കാലത്തെ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവമായിരുന്നു മാണിക്യത്തിന്റെ മരണം. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ ഏതാനും പേരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ കോഴിക്കോട് സെക്ഷൻസ് കോടതിയിൽ കേസ് എത്തിയപ്പോൾ വിധി മറ്റൊന്നായിരുന്നു. ശരിയായ രീതിയിൽ അന്വേഷണം നടത്താത്തതും പ്രോസിക്യൂഷന്റെ പിഴവുകളും കാരണം ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ജഡ്ജി അന്നാചാണ്ടി തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിട്ടു. ആ വിധിയിലൂടെ മാണിക്യത്തിന് നീതി നിഷേധിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ അന്വേഷണം പരാജയപ്പെട്ടത്? അതിനുത്തരം നൽകുന്നത് അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലമാണ്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ അവശേഷിപ്പുകൾ സമൂഹത്തിൽ ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ജന്മിമാരുടെ അധികാരവും ജാതീയമായ വേർതിരിവുകളും സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു. കേസിന്റെ ഗതിയെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ഈ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു എന്നത് വിശ്വസിക്കപ്പെടുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പാലേരിയിലെ ആ പാതിരാ കൊലപാതകം ഒരു പക്ഷേ വിസ്മരിക്കപ്പെട്ടേനെ. പക്ഷെ TP രാജീവിന്റെ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന നോവലും അതിനെ ആസ്പദമാക്കി 2009 രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയുമാണ് ഈ സംഭവത്തെ വീണ്ടും പൊതുസമൂഹത്തിന്റെ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നത്. നാട്ടിലെ പ്രമാണിയായ മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ആജി എന്ന ശക്തനായ കഥാപാത്രത്തെയാണ് സിനിമ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത്. യഥാർത്ഥത്തിൽ അഹമ്മദ് ആജി എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നുവോ എന്നതിന് വ്യക്തമായ തെളിവുകളില്ല. എങ്കിലും നിയമത്തെ വളച്ചൊടിക്കാൻ കഴിവുള്ള അന്നത്തെ പ്രബലരായ വ്യക്തികളുടെ പ്രതിഫലനമായിരുന്നു ആ കഥാപാത്രം. സിനിമ വൻ വിജയമായി 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എങ്കിലും യഥാർത്ഥ സംഭവങ്ങളെയും വ്യക്തികളെയും സിനിമ വളച്ചൊടിച്ചു എന്ന പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. സിനിമ നൽകിയ ഉത്തരം ഭാവനകൾ മാത്രമാണെന്നും യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും അജ്ഞാതരാണെന്നും വാദങ്ങളുണ്ടായി. കേസിന്റെ യഥാർത്ഥ FIR, കോടതി രേഖകൾ തുടങ്ങിയ ലഭ്യമല്ലാത്തതിനാൽ യഥാർത്ഥ പ്രതികളിലേക്കോ സംഭവങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങളിലേക്കോ വെളിച്ചം വീശാൻ ഇന്നും സാധിച്ചിട്ടില്ല. സിനിമ ഒരു സാങ്കല്പിക പരിഹാരം നൽകുന്നുണ്ടെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള ഒരു പെൺകുട്ടിയുടെ നിലവിളി ഇന്നും ഉത്തരം കിട്ടാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ മുഴങ്ങുന്നുണ്ട്. എങ്കിലും തെളിയിക്കപ്പെടാതെ പോയ ഒരു കൊലപാതകത്തിന് സിനിമയിലൂടെ ഒരു ഉത്തരം നൽകാൻ സംവിധായകൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സിനിമ പറഞ്ഞതാണോ ശരി? ഈ ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ്. ചരിത്രം, നോവൽ, സിനിമ, ഓർമ്മ എല്ലാം ചേർന്ന ഒരു അനുഭവമാണ് ഇന്ന് പാലേരി മാണിക്യം. യഥാർത്ഥ സംഭവവും നോവലും സിനിമയും ചേർന്നപ്പോൾ കേരള ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു അധ്യായമായി അത് മാറി.